നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാർ അഭിമാനകരമായ തീരുമാനമെന്ന മട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്തസ്സോടെ പ്രഖ്യാപിച്ച കെ ജയകുമാർ CPM സർക്കാരിനെ പൂർണ്ണമായും കൈവിട്ട കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാനായത്. സ്പോൺസർമാർ വഴിയും അല്ലാതെയും പിരിഞ്ഞു കിട്ടിയ കോടികളുടെ കള്ളപ്പണത്തിന്റെ കണക്ക് ദേവസ്വം ബോർഡ് നൽകണമെന്ന ദേവസ്വം മന്ത്രി VN വാസവന്റെ ആവശ്യം കെ ജയകുമാർ പൂർണ്ണമായി തള്ളി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന അവിഹിതമായ യാതൊന്നും ചെയ്യാനാവില്ലെന്ന നിലപാട് ജയകുമാർ സ്വീകരിച്ചു. കള്ളക്കണക്കുകൾ എഴുതാനും കണക്കുകൾ പൊരിപ്പിച്ച് കാണിക്കാനും തയ്യാറല്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എപ്പോൾ വേണമെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ജയകുമാർ തയ്യാറുമാണ്. ജയകുമാറിന്റെ നീക്കങ്ങളിൽ സർക്കാരും CPM-ഉം കടുത്ത അമർഷത്തിലും ആശയക്കുഴപ്പത്തിലുമാണ്. ജയകുമാറിനെ പോലെ ഒരാളെ ദേവസ്വം ബോർഡിൽ നിയമിക്കേണ്ടത് ഉണ്ടോ എന്ന് ചോദിച്ച CPM നേതാക്കളാണ് ശരി എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയും സുജനപക്ഷപാതവും അദ്ദേഹം അംഗീകരിക്കുകയില്ല. സ്പോൺസർമാരെ ചുറ്റിപ്പറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടന്നിരുന്ന ചുറ്റിക്കളികളൊക്കെ ജയകുമാർ പ്രസിഡന്റ് ആയതോടുകൂടി അവസാനിപ്പിച്ചു. യഥാവിധി കാര്യങ്ങൾ നടന്നാൽ മതിയെന്ന നിർദ്ദേശമാണ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ബോർഡിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊന്നും അദ്ദേഹം യാതൊന്നും വിലയും കൊടുത്തിട്ടില്ല. കൂടുതൽ കൈക്കൂലി കിട്ടുന്ന സ്ഥാനങ്ങളിലേക്കുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സ്ഥലം മാറ്റങ്ങൾക്കും വിലങ്ങ് വീണു. നിയമത്തിന്റെ നൂലാമാലകൾക്കപ്പുറം യാതൊന്നുമില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് എപ്രകാരം മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് യാതൊരു രൂപവുമില്ല. ജയകുമാറിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് ദേവസ്വം ബോർഡിലെ താല്പര്യ കക്ഷികൾ മന്ത്രിക്കും CPM-നും മുന്നിൽ നിരവധി പരാതികൾ അവതരിപ്പിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. പ്രസിഡന്റിന്റെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തരുത് എന്നാണ് മുഖ്യമന്ത്രിയും സർക്കാരും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ മന്ത്രി VN വാസവന്റെ ആഗ്രഹങ്ങളായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പ സംഗമത്തിന്റെ പൂർണ്ണ ചുമതല ദേവസ്വം ബോർഡിനെയാണെന്ന് മന്ത്രി വാസവൻ ആവർത്തിക്കുമ്പോഴും കെ ജയകുമാർ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത്. CPM വൃത്തങ്ങൾ ഇതിനകം തന്നെ ജയകുമാറുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അപ്പോഴും മനസ്സ് തുറക്കാൻ ജയകുമാർ തയ്യാറായില്ല. മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലത്ത് നടന്ന ക്രമക്കേടുകളുടെ പാപഭാരം താൻ ഏറ്റെടുക്കാൻ ഇല്ലെന്നാണ് ജയകുമാർ അടുത്ത നിലപാട്. ദേവസ്വം ബോർഡിനുള്ള ഇതേ ലൈനിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുമ്പ് CPM-കാരിയായും പല ഉദ്യോഗസ്ഥരും പൂർണ്ണമായി ജയകുമാറിന്റെ പക്ഷത്തേക്ക് ചേർന്ന് നിന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന പ്രചാരണം ശക്തമായതോടുകൂടിയാണ് ദേവസ്വം ബോർഡിലും ഭരണമാറ്റത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമാണ് എന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. 4 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടിയെന്ന് അറിയാമെന്നും ബാക്കി കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണ് എന്നും അയ്യപ്പ സംഗമം കാരണമാണ് സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതെന്നും അയ്യപ്പ സംഗമം പൊളിക്കാൻ ഗൂഢാലോചന നടത്തിയത് UDF ആണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള UDF-ന് ബൂമറാങ് ആയെന്നും VN വാസവൻ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ ദേവസ്വം ബോർഡ് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കൂടാതെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കണക്ക് സെറ്റിൽ ചെയ്യാൻ ഉണ്ടെന്നും സ്പോൺസർഷിപ്പിലൂടെ 4 കോടി രൂപ കിട്ടിയെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ചെലവ് അതിനേക്കാൾ കൂടുതലാണെന്നും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ബോർഡ് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്ന് ശ്രമിക്കും. 17 ബോർഡ് യോഗം ചേരും. ചെലവുകൾ വീണ്ടും പരിശോധിച്ച് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കുമെന്നും 17 മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാം പറയാം. ആകെ 7 കോടിയോളം ചെലവാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അഴിമതിയുടെ ഉടുപ്പ് എടുത്തണിയാൻ ജയകുമാർ തയ്യാറല്ല. അതുപോലെ ആഗോള അയ്യപ്പ സംഗമവും SIT-യുടെ അന്വേഷണ പരിധിയിലേക്കെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചും പരാമർശമുണ്ട്. SIT റിപ്പോർട്ടിൽ സുപ്രധാന കണ്ടെത്തലുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് പരാമർശമുള്ളത്. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം യോഗത്തിന്റെ മിനിറ്റ്സിൽ ഇല്ലെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഫണ്ട് വിനിയോഗത്തിൽ അവ്യക്തതകളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമവും പരാമർശിച്ച പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച യോഗം വിളിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ശബരിമലയിൽ നിന്ന് ഇടനിലക്കാരെ ഭാഗികമായെങ്കിലും കുടിയിറക്കാൻ കഴിഞ്ഞുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്
കെ ജയകുമാർ പറഞ്ഞിരുന്നു. ഇടനിലക്കാർ ഇവിടെ സ്വീകാര്യരല്ല എന്ന ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞുവെന്നും ജയകുമാർ കൂട്ടിച്ചേർത്തു. മകരവിളക്ക് സമയത്ത് സന്നിധാനത്ത് 125 മുറികൾ സാധാരണക്കാരായ ഭക്തർക്ക് അനുവദിക്കാൻ കഴിഞ്ഞത് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുമ്പൊക്കെ ഇതിനായിരുന്നില്ല സ്ഥിതി. ഇടനിലക്കാരും ഏജൻസികളും ഈ മുറികൾ സ്വന്തമാക്കി 1.5 ലക്ഷത്തിനൊക്കെ വിൽക്കുമായിരുന്നു. ഈ മുറികളാണ് 2500-3000 രൂപയ്ക്ക് സാധാരണക്കാർക്ക് ലഭ്യമായത്. ദേവസ്വം ബോർഡിന്റെ സൗകര്യങ്ങളെ ഇടനിലക്കാർ ദുരുപയോഗം ചെയ്തത് വിളയാടുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഡോണേഴ്സിന്റെ മുറികളിലും ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവ തിരിച്ചറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജയകുമാർ വ്യക്തമാക്കി. ശബരിമലയിൽ എന്റെ സ്വഭാവം വേറെയാണ്. ഒരു ഇടനിലക്കാരനെയും ഇവിടെ കയറ്റില്ല. പരമ്പരാഗതമായി അവിടെ ഇല്ലാത്ത അധികാരം സ്ഥാപിച്ച് അവരുടെ നാട്ടിൽ പണം പിരിക്കുന്ന അവതാരങ്ങൾക്ക് അത്ര എളുപ്പമാവില്ല ഇനി ശബരിമലയിൽ എന്ന സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ്. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ മാർഗരേഖ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന് കെട്ടിടം നിർമ്മിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ മാത്രമേ സ്പോൺസർഷിപ്പിലേക്ക് പോകൂ. നേരിട്ട് സമീപിക്കും. എഗ്രിമെന്റ് തയ്യാറാക്കി കൃത്യമായി സുതാര്യതയോടുകൂടി കൈകാര്യം ചെയ്യും. മേൽവിലാസമുള്ള ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്പോൺസർ മതിയെന്നും ജയകുമാർ വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് പ്രൊഫഷണൽ ആകണമെന്ന് പ്രസിഡന്റ് പറയുകയും ചെയ്തു. പരിശീലനം, ഓഡിറ്റ്, അക്കൗണ്ടബിലിറ്റി, അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ, സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ആർക്കും തകർക്കാനാവാത്ത വിധം സ്ഥാപനത്തെ ആധുനികമാക്കുക എന്നതാണ് വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടത്. അഴിമതി നടത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത സംവിധാനം ഉണ്ടാക്കണം. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ സ്വർണം എല്ലാം സൂപ്പർ സേഫ് എന്ന് ഭക്തരോട് പറയാൻ സാധിക്കണം. അതാണ് അന്തിമ സന്ദേശം. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇനി അങ്ങനെയൊന്നും സംഭവിക്കേണ്ട. ശബരിമലയിൽ ഇത് അവസാനത്തേതാകണം. എന്തുകൊണ്ട് എന്ന് സംഭവിച്ചു, ഇനി സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യണം എന്നാണ് പ്രധാനം. ഇവിടെയാണ് തിരുത്തൽ വേണ്ടത്. ഭക്തരുടെ വിശ്വാസം നിലനിർത്തുക എന്നത് പ്രധാനമുള്ള കാര്യമാണ്. വിശ്വാസം കുറച്ച് നഷ്ടമായി. ദേവസ്വത്തിലുള്ള വിശ്വാസവും വീണ്ടെടുക്കണം. രാഷ്ട്രീയമല്ല, ദൂരെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ആരെങ്കിലും സ്വർണ്ണപ്പാൾ എടുത്തുകൊണ്ടു പോകുമോ? അത്യാഗ്രഹം ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശൻ എഴുതിയതുപോലെ ദുരയും ദുർവ്യതിയാനാസക്തിയും. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരം സംഭാവന സ്വീകരിക്കാം. അതെന്തും ചെയ്യും എന്ന് പണം നൽകിയവർ ചോദിക്കുമ്പോൾ ഇത്തരം നീക്കങ്ങൾ അല്ലെങ്കിൽ ഉത്തരം നൽകണം കെ ജയകുമാർ എന്നാണ് പറയുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം കെ ജയകുമാർ കുളമാക്കുമോ എന്ന സംശയം CPM നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ മലബാറിൽ നടന്ന പത്രസമ്മേളനത്തിൽ ദേവസ്വം ബോർഡിനെയും ദേവസ്വം അധികൃതരെയും MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതെന്ന് ഇതിന്റെ ഭാഗമായാണ്. വിശ്വാസത്തിന് കടയ്ക്കൽ കത്തിവെക്കാൻ ഗോവിന്ദൻ തയ്യാറല്ല. മുമ്പ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങൾ CPM-ന് തറപറ്റിച്ച മാഷിനെ മറക്കാനാവില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ശബരിമലയിലെ ഭക്തർക്കൊപ്പം നിൽക്കാനാണ് CPM ആഗ്രഹിക്കുന്നത്. ആഗോള സംഗമം അബദ്ധ ജഡിമാണെന്ന് അത് നടക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് മനസ്സിലായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപര്യപ്രകാരമാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്.